ഇവിടെ സംസാരിക്കുവാൻ എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടത് യെശയ്യാവ് 40ന്റെ വാക്യങ്ങളാണ്. And this morning the Lord has placed in me through the Holy Spirit from the book of Isaiah chapter 40. 40ാം അധ്യായം തുടങ്ങുന്നത് തന്നെ എന്റെ ജനത്തെ ആശ്വസിപ്പിപ്പീൻ എന്ന് പറഞ്ഞാണ്. Chapter 40 starts with a comforting of the people. അതിനെ കൊടുക്കാവുന്ന ദിവസം കൊടുത്ത ഒരു പേര് all is going to be all right. എല്ലാ കാര്യങ്ങളും ശരിയാകാൻ പോകുകയാണ്. The meaning of that phrase, well, a great person said that everything is going to be all right. എല്ലാം ശരിയാകണമെങ്കിൽ എന്തെല്ലാം നടക്കണമെന്ന് അധ്യായത്തിലുണ്ട്. It talks about if everything needs to be perfect, what needs to happen. അത് കുറേയേറെ കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാനുണ്ട്. എന്നാൽ ഞാനത് തുടങ്ങും മാത്രമേ ഇനി ചെയ്യുവാൻ സമയം നമ്മൾ. There are many things to learn about it, but I just want to put a start in today. 40ന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും വായിക്കാം. And anyone can read from verses 1 to 5. എന്റെ ജനത്തെ ആശ്വസിപ്പിപ്പീൻ എന്ന് നിങ്ങളുടെ ദൈവം അരുളിച്ചെയ്യുന്നു. യെരൂശലേമിനോട് ആദരവോടെ സംസാരിച്ച് അവരുടെ യുദ്ധസേവ കഴിഞ്ഞു, അവരുടെ അകൃത്യം മോചിക്കപ്പെട്ടു. അവൾ തന്റെ സകല പാപങ്ങൾക്കും പകരം യഹോവയുടെ കയ്യിൽ നിന്ന് ഇരട്ടിയായി പ്രാപിച്ചിരിക്കുന്നു എന്ന് അവളോട് വിളിച്ചു പറവേ. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവീൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുകയും. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരേണം. വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒരുപോലെ അതിനെ കാണും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നു. വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങൾക്ക് സദൃശമായിട്ടാണ് യെശയ്യാവിന്റെ പ്രവചനം നിൽക്കുന്നത്. And you see that Isaiah is a shadow to all the 66 books in the Word of God. യെശയ്യാവിന്റെ പുസ്തകത്തിനും 66 അധ്യായങ്ങളാണല്ലോ ഉള്ളത്. There are 66 chapters in the book of Isaiah as well. നമ്മൾ പഠിക്കുമ്പോൾ അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. When you usually study the book of Isaiah, you study this in 2 different portions. ആദ്യത്തെ അധ്യായങ്ങൾ, ആദ്യത്തെ ഭാഗം 1 മുതൽ 39 വരെയുള്ള അധ്യായങ്ങളാണ്. The first few chapters are from chapter 1 through 39. പഴയ നിയമം അതുപോലെ 39 പുസ്തകങ്ങളാണല്ലോ. And the Old Testament also has 39 books. അടുത്ത ഭാഗം 40 മുതൽ 66 വരെയുള്ള അധ്യായങ്ങളാണ്. The next portion consists of chapter 40 to 66. 27 അധ്യായങ്ങൾ. And there are 27 chapters. പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങൾ. It is shadow to the 27 books in the New Testament. യെശയ്യാവ് 1 മുതൽ 39 വരെയുള്ള അധ്യായങ്ങളിലെല്ലാം യഹൂദന്മാരുടെ ജനത്തിന്റെ പാപം അവർക്ക് ഉണ്ടാക്കുന്ന ശിക്ഷയെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. And when you study the first portion, you see about the sin of Judah and the punishment that they endured. എന്നാൽ 40 അധ്യായങ്ങളിലെല്ലാം അവരെ ബാബിലോൺ പ്രവാസത്തിൽ നിന്ന് വിടുവിക്കുന്നതിന്റെ പ്രവചനങ്ങളും ദൈവം അവർക്ക് വേണ്ടി ചെയ്യുന്ന വൻകാര്യങ്ങളുമാണ് എഴുതിയിരിക്കുന്നത്. But when you study from chapter 40, you see the proclamation from where they were saved from Babylon and the things that God did in their lives. 39 അധ്യായം അവസാനിക്കുമ്പോൾ അതിന്റെ 6 വാക്യങ്ങളില് ദൈവം പറയുകയാണ്, ഇവിടെ ഉള്ളതെല്ലാം ശത്രുക്കൾ വന്ന് എടുത്തുകൊണ്ട് പോകും. And in chapter 39 verses 6, the Lord says that everything your enemies will take away from you. ബാബേലിലേക്ക് എല്ലാം കൊണ്ടുപോകാൻ ഇടയായിത്തീരും. And everything will be carried off to Babylon. അതാണ് അവിടെ അവസാനിപ്പിക്കുന്നത്. And that's how that chapter ends. എന്നാൽ 40ാം അധ്യായത്തിൽ പറയുകയാണ്, എന്റെ ജനത്തെ ആശ്വസിപ്പിപ്പീൻ. But as chapter 40 starts, you see comfort my people. യെരൂശലേമിനോട് ആദരവോടെ സംസാരിക്കുവീൻ. And he's tenderly speaking to Jerusalem. അതിന്റെ കാരണം എന്താണ്? അവളുടെ അകൃത്യം മോചിക്കപ്പെട്ടിരിക്കുന്നു. Do you know why? Because her sins has been paid for. അവളുടെ യുദ്ധസേവ കഴിഞ്ഞിരിക്കുന്നു. And her hardship has been completed. സകല പാപങ്ങൾക്കും പകരം യഹോവയുടെ കയ്യിൽ നിന്ന് അവർ ഇരട്ടിയായി And പ്രാപിച്ചിരിക്കുന്നു. she has received from the Lord double for all her sins. കർത്താവായ യേശുക്രിസ്തു ജനിക്കുന്നതിനും 700 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പ്രവചനം എഴുതിയത്. And this portion was written about 700 years before the birth of Christ. അത് അക്ഷരപ്രകാരം ദൈവം അരുളിച്ചെയ്ത പ്രവചനങ്ങളെല്ലാം നിറവേറി കഴിഞ്ഞു. And everything that the God has proclaimed as promised has been revealed so far. യെരൂശലേമിൽ നിന്ന് 600 മൈൽ ദൂരെ വരെ അടിമകളാക്കി ജനത്തെ കൊണ്ടുപോകുവാനൊക്കെ ഇടയായി തീർന്നു. People were enslaved and taken from Jerusalem for about 600 miles. 600 മൈൽ നടക്കിയാണ്, ചങ്ങലയിട്ട് അടിമകളായിട്ടാണ്, സ്ലേവ്സിനെ പോലെയാണ് അവർ അനേക നാളുകൾ നടന്നാണ് അവിടെ എത്തിച്ചേരുവാനൊക്കെ ഇടയായി തീർന്നത്. They were slaves and they were chained and they walked through all the 600 miles for many years. അവര് പല മാസങ്ങൾ നടന്ന് അടിമത്തത്തിന്റേതായ അനുഭവങ്ങളെല്ലാം പ്രാപിച്ചാണ് ബാബിലോണിൽ ചെന്നത്. They experienced the
sourness of slavery as they walked in God to Jerusalem. എന്നാൽ ദൈവം അവരെ മടക്കിക്കൊണ്ടുവന്നു. But the Lord brought them back. അതാണ് പറഞ്ഞത്, അവരുടെ പാപത്തിന് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ഇരട്ടിയായി അവർ പ്രാപിച്ചിരിക്കുന്നു. And that's why it is written that they have received double for the sin that they had. പാപം ചെയ്ത ജനം ദൈവത്തിൽ നകന്നുപോയി, അവർക്ക് വലിയ ശിക്ഷ ലഭിക്കുവാനിടയായി തീർന്നു. എന്നാൽ ഇവിടെ പറയുകയാണ്, എന്റെ ജനത്തെ ആശ്വസിപ്പിക്കുകയും യെരൂശലേമിനോട് ആദരവോടെ The സംസാരിക്കുകയും. people sinned against God, they went away from God, but the Lord said, comfort, comfort my people. Everything going to be all right. എല്ലാം ശരിയായി തീരും. ഒന്നാമത്തെ വിഷയം ഏതാണ്? പാപം മോചിക്കപ്പെടുമ്പോഴാണ്. The first thing what happens in our lives is when our sin has been forgiven. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പാപം മോചിച്ചു കിട്ടുക എന്നുള്ളതാണ്. The greatest thing, the important thing in our lives is that our sin has been forgiven. 32-ാം സങ്കീർത്തനം 1-ാം വാക്യം, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. In Psalm 32, it is a blessed man who has his sins forgiven. നാം പാടാറുണ്ട്, ഭാഗ്യനാൾ ഭാഗ്യനാൾ. ഏതാണ്? യേശു എന്നെ പാപം തീർത്ത നാളാണ്. We always used to sing that it is a great day, it is a great joyous day. When is that day? The day that God forgive my sin. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം അതാണ്, ഭാഗ്യനാളാണ്. യേശു പാപം തീർത്ത നാൾ. The most important day in your life is the day that Jesus forgive your sin. എല്ലാം നന്നായി പോകണമെങ്കിൽ ജീവിതത്തിൽ ഇവിടെ പറയുകയാണ്, കംഫോർട്ട് മൈ പീപ്പിൾ, ആശ്വസിപ്പിക്കുക, ആശ്വാസം ലഭിക്കണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ദൈവവുമായി നിരപ്പ് പ്രാപിക്കണം, പാപക്ഷമ പ്രാപിക്കണം. If you need comfort in your life, there is only one way out, that is to have a remission of your sin through Christ. സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. In the book of Deuteronomy, we read like this. Proverbs. സദൃശവാക്യങ്ങൾ 28:13 നമുക്ക് പരിചയമുള്ള വാക്യമാണ്. Proverbs 28 verses 13, we read like this. അവിടെ എഴുതിയിരിക്കുന്നു, ലംഘനം ക്ഷമിക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റു പറയുന്നവനോ കരുണ ലഭിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ലംഘനം മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. ലംഘനം മറയ്ക്കുന്ന പാപത്തെ മറച്ചു വെച്ചിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ പാപത്തിന് പരിഹാരം പ്രാപിക്കാത്തവരെ ഒരിക്കലും ശരിയാകില്ലെന്നാണ് സദൃശവാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. The verse in Proverbs says that he who conceals his sin will not prosper. Hallelujah. 28 verse 13. He who conceals his sin will not prosper. പ്രോസ്പർ ആകണമെങ്കിൽ, ശരിയാകണമെങ്കിൽ, കംഫോർട്ട് ആയ ഒരു സിറ്റുവേഷൻ ലഭിക്കണമെങ്കിൽ പാപം ക്ഷമിച്ചു കിട്ടിയേ മതിയാകും. And if you need to prosper in your life, you need to ask remission of your sin. Hallelujah. അതുകൊണ്ട് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം പാപം മോചിച്ചു കിട്ടുന്ന ദിവസമാണ്. Therefore, the most important day in our lives is the day that our sins are forgiven. ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി യാഗങ്ങളും വഴിപാടുകളും ഒക്കെ ദൈവം അവർക്ക് കൽപ്പിച്ചു കൊടുത്തിരുന്നു. When you look at Israel, there were many sacrifices that the Lord wanted them to do. ഇവിടെ പറയുകയാണ്, അവരുടെ അകൃത്യം മോചിക്കപ്പെട്ടിരിക്കുന്നു, അതാണ് അവർക്ക് സന്തോഷിക്കാനുള്ള വക. And here you see that their sin has been paid for. That is why they're happy. നമ്മുടെ അകൃത്യങ്ങൾ മോചിക്കപ്പെടുന്നത് എങ്ങനെയാണ്? And how can our sins be forgiven? കർത്താവായ യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. And we have been sanctified through that sacrifice that Jesus did for us on cross. വിശ്വാസത്താൽ രക്ഷ പ്രാപിക്കുവാൻ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ വീണ്ടും ജന്മം പ്രാപിക്കുവാൻ ദൈവം നമുക്ക് അവകാശം തന്നിരിക്കുന്നു. The Lord has given us the authority to be redeemed through His death and through faith. Hallelujah. രക്ഷിക്കപ്പെടുന്ന കാര്യം സഭായോഗത്തിനൊക്കെ എന്തിനാണ് പ്രസംഗിക്കുന്നതെന്ന് ചിലപ്പോൾ ചിന്തിച്ചേക്കാം. Sometimes we might ask you, why are we preaching about being saved? എന്നാൽ ഞാൻ ഓർമ്മിക്കട്ടെ, അതുപോലെ ഇമ്പോർട്ടന്റ് ആയ വേറൊരു വിഷയവുമില്ല. The reason why, because there is nothing more important than being saved. Hallelujah. ചർച്ചിൽ വരുന്നു എന്നുള്ളതല്ല വിഷയം, നീ വീണ്ടും ജന്മം പ്രാപിച്ചോ, പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വിഷയം. It doesn't matter if you come to church or not, but if you are not saved, and that is a problem, you have to be saved. That is what's most important. പ്രസംഗിക്കുന്നു എന്നുള്ളതല്ല വിഷയം, നിന്റെ പാപങ്ങൾ മോചിച്ചു കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. It doesn't matter if you preach or not, it's your sin forgiven. That is more important. മനോഹരമായി പാടുന്നതോ, അല്ലെങ്കിൽ ഒത്തിരി മണി ചർച്ചിന് കൊടുക്കുന്നതോ, അല്ലെങ്കിൽ വലിയ സ്ഥാനങ്ങൾ അലങ്കരിച്ചു കൊണ്ടിരിക്കുന്നതോ അല്ല, നീ വീണ്ടും ജന്മം പ്രാപിച്ചുവോ, പാപങ്ങൾ മോചിച്ചു കിട്ടിയോ എന്നുള്ളതാണ് വിഷയം. It is not that you sing great or do any other great things, but is your sin forgiven? Are you saved? Hallelujah. പാപം മോചിച്ചു കിട്ടുന്നതാണ് ഏറ്റവും വലിയ വിഷയം. To be forgiven of your sin is the greatest thing. യേശുക്രിസ്തുവിലൂടെ ഉള്ളതായ വീണ്ടെടുപ്പ് അല്ലെങ്കിൽ പാപമോചനം പോലെ ഒരു മതത്തിലുമില്ല. And through the redemption of your sin through Jesus Christ, there is no such greater thing in any other
religion. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതൊക്കെ There are പറയാനായിട്ടുണ്ടായിരിക്കും. many things that we have to say about things that we receive from God. നമുക്ക് രോഗശാന്തി തരുന്നത് ദൈവത്തിന് വലിയ വിലയൊന്നും കൊടുക്കേണ്ട കാര്യമല്ല. And the Lord does not have to pay a great price to give you healing of your sickness. നമുക്കൊരു ജോലി തരുന്നതിന് ദൈവത്തിന് വലിയ മുതലൊന്നും അതിന് മുടക്കേണ്ടതില്ല. The Lord wants to bless you with a job. It is not a great thing for God. എന്തുകൊണ്ടെന്നാൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെ വിളിച്ചു വരുത്തിയ ദൈവമാണ് നമ്മുടെ ദൈവം. Why? Because our God is a God who called everything out of nothing. എന്നാൽ എന്നെ നിങ്ങളെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി സ്വന്തം ജീവനെ മറുവിലയായി തന്ന ദൈവപുത്രനാണ്. അവിടുന്ന് രക്ഷിക്കപ്പെടുവാൻ, വീണ്ടെടുപ്പ് പ്രാപിക്കുവാൻ, അകത്യങ്ങൾ മോചിക്കുവാനാണ് ദൈവം വലിയ വില മുടക്കിയത്. But God paid a great price for the redemption of our sin by sending His only begotten Son into this world. അകത്യങ്ങൾ മോചിക്കുന്നത് യേശുക്രിസ്തുവിലൂടെ അല്ലാതെ മറ്റൊരു മാർഗവുമില്ല. Our sins can be forgiven only through Jesus Christ, not through anything else. ചിക്കാഗോയിൽ അനേക വർഷങ്ങൾക്ക് മുമ്പ് മതങ്ങളുടെ എല്ലാം വലിയൊരു പാർലമെന്റ് മീറ്റിംഗ് കൂടിയതിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. I heard about there was a great parliament of all the religions that happened in Chicago. ഈസ്റ്റേൺ റിലീജിയൻ കിഴക്കിൽ നിന്ന് വന്ന ഹിന്ദു മതവും ബുദ്ധമതവും ഒക്കെ അവരുടെ മതത്തെ കുറിച്ച് ഒത്തിരിയേറെ പ്രസംഗിച്ചു. And the Hindus and the Buddhists who were there, they started speaking about their religion. ഡോക്ടർ ജോസഫ് കുക്ക് എന്ന് പറയുന്ന ബോസ്റ്റൺകാരനായ ഒരു പാസ്റ്റർ അവിടെ എഴുന്നേറ്റ് നിന്നു തന്റെ ചാൻസ് വന്നപ്പോൾ. And when his chance arrived, Pastor Joseph Cook from Boston, he started standing up. അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്. And he stood up and he said like ഒരു this. എല്ലാവർക്കും പ്രസിദ്ധമായ ഒരു ഡ്രാമയിലെ ഭാഗം താൻ ഉദ്ധരിച്ചു. And he started portraying a very familiar drama in front of them. അദ്ദേഹം പറയാണ്, ഞാൻ ഇവിടെ നിങ്ങളുടെ ശ്രദ്ധയെ ഒരു സ്ത്രീയിലേക്ക് കൊണ്ടുവരികയാണ്. And I take your attention to a lady, is what he says. അവരുടെ കൈകളിൽ രക്തം നിറഞ്ഞിരിക്കുന്നു. You see that her hands are filled with blood. അവരുടെ ശരീരമെല്ലാം രക്തം ചിതറിയിട്ടുണ്ട്. And all across her body there is blood. അവൾ ഭയാനകമായ മുഖത്തോടെ നിൽക്കുന്നു. And she has fear in her eyes. അവൾ വിറയ്ക്കുന്നുണ്ട്. And she is shivering. അവൾ തെറ്റിയവളാണ്. And she has sinned in her അവൾ life. കൊലപാതകിയാണ്. And she is a murderer. അവൾ ഇമ്മോറലാണ്. And she has immorality. ആ സ്ത്രീയെ രക്ഷിക്കാൻ നിങ്ങളുടെ ആരുടെയെങ്കിലും മതത്തിന് എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് Can ചോദിച്ചു. any of your religion save such a lady as this? ആർക്കും ഒന്നും പറയാനില്ല. Nobody had anything to say. അദ്ദേഹം കുറച്ചു നേരം മൗനമായി നിന്നു. And he started maintaining silence. അതിനുശേഷമായി ഹെവൻവേഡ് സ്വർഗത്തിലേക്ക് ഇങ്ങനെ കണ്ണുയർത്തി. And after that he looks up to heaven. യോഹന്നാൻ, നിനക്കെന്താണ് ഇതിന്റെ ആൻസർ എന്ന് ചോദിച്ചു. He asked, John, what do you have to answer? അദ്ദേഹം ഉറക്കെ വീണ്ടും പറഞ്ഞു, ദൈവപുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. And this is what he said, the blood of Jesus Christ, he will take rid of all the sins in your life. എല്ലാ പാപങ്ങളെയും മോചിക്കുവാൻ കഴിയുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ, കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം. There is only one thing that can take away the sin in our lives. It is the precious blood of Jesus Christ. കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ചതാണ് ജീവിതത്തിലെ വലിയ കാര്യം. To have the redemption of our sin through the precious blood of the Lamb, that is the greatest thing in our lives. അമേരിക്ക വന്നതിനേക്കാൾ, അല്ലെങ്കിൽ എന്തെങ്കിലും നേടിയതിനേക്കാൾ, വിവാഹം കഴിച്ചതിനേക്കാൾ, എന്തെങ്കിലും സ്ഥാനമുള്ളതിനേക്കാൾ ഇതെല്ലാം മാറിപ്പോകുന്നതാണ്. പരമപ്രധാനമായ ഏറ്റവും വലിയ വിഷയം പാപങ്ങൾ മോചിച്ചു കിട്ടുക Our എന്നുള്ളതാണ്. sins has been forgiven. That is the greatest thing in our lives, more than anything else. അനേക വർഷം കർത്താവിന്റെ വേല ചെയ്ത ഒരു പിതാവ് രോഗക്കിടക്കയിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ്. A great man of God who did great work in the vineyard of the Lord now is very sick and on a sick bed. അദ്ദേഹത്തിന്റെ മകൻ തന്റെ സമീപത്ത് നിൽക്കുന്നുണ്ട്. And his son is standing right next to his sick bed. പിതാവിനെ ആ മകൻ വളരെ ആശ്വസിപ്പിക്കുകയാണ്. And the son is comforting his father. പറഞ്ഞു, ഫാദർ, പിതാവേ, നീ 50 വർഷം കർത്താവിന് വേണ്ടി വളരെ അധ്വാനിച്ചതല്ലേ? Father, you did great work for the Lord for 50 years. നിനക്ക് എത്ര ആശ്വസിക്കാനുണ്ട്? You know how much comforted you need to be. നീ എത്ര കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്തതാണ്. You've done so much for God. എന്നാൽ ആ പിതാവ് പെട്ടെന്ന് പറഞ്ഞു, മകനെ, ഈ 50 വർഷത്തെ ശുശ്രൂഷ ഒന്നുമല്ല വലിയ വിഷയം. മരണക്കിടക്കയിൽ കിടക്കുന്ന ഒരാൾക്ക് ദൈവപുത്രനായ യേശുവിന്റെ രക്തം എന്നെ വിടുവിച്ചുവല്ലോ, അത് മാത്രമാണ് ഓർക്കുവാനുള്ളത്. നേടിയതൊന്നും പ്രശംസിക്കാൻ നമുക്കില്ല. യേശുവിന്റെ രക്തം നമ്മെ വീണ്ടെടുത്തു, അത് മാത്രമേ നമുക്ക് പ്രശംസിക്കാനുള്ളൂ. What he says is that might be true, but that is not what is of concern. But the blood of Jesus touched and healed me. That should be the same testimony in our lives. Is the blood of Jesus is our redemption. അനേക Hallelujah. വർഷങ്ങൾക്ക് മുമ്പ് ബ്രൗൺലോ നോർത്ത് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ വളരെ ശക്തമായി ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. And a man by the name of Brownlow North, the Lord was using him profoundly. ഒരു വലിയ ചർച്ചിൽ ഇംഗ്ലണ്ടിൽ അദ്ദേഹം പ്രസംഗിക്കാൻ
പ്രസംഗിക്കാനായിട്ട് വന്നു. And he went there to England to preach in a great church. അവിടെ അനേക ആളുകൾ വന്നിട്ടുണ്ട്. And there were many people in attendance. പോഡിയത്തിലേക്ക് പ്രസംഗിക്കാൻ അദ്ദേഹം പോകുന്ന വഴിക്ക് ഒരു നോട്ട് ഒരാൾ കൊടുത്തു. And as he was coming to the pulpit to preach, somebody gave him a note. ആ നോട്ടിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. This was what was written in the note. നീ എന്നെ അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I believe that you know me. ഞാൻ നിന്റെ കൂടെ പാരീസിൽ വന്നിട്ടുണ്ടായിരുന്നു. I've been there with you when you were in Paris. ഞാൻ നിന്റെ കൂടെ ലിവർപൂളിൽ വന്നിട്ടുണ്ട്. I came with you in Liverpool. നമ്മൾ ഒന്നിച്ച് മാഞ്ചസ്റ്ററിൽ എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് നിനക്കറിയാം. There are many things that we did together in Manchester. അങ്ങനെ നടന്ന് നീ അന്നോ ഇവിടെ പ്രസംഗിക്കാൻ സുവിശേഷം പ്രസംഗിക്കാൻ വന്നിരിക്കുന്നത്. Such a person as you, are you the person to preach today? നിനക്ക് അതിൽ ലജ്ജ തോന്നുന്നില്ലേ? എങ്ങനെ നിനക്ക് യേശുവിനെ ഇവിടെ പ്രസംഗിക്കാൻ കഴിയും? നീ എങ്ങനെ ജീവിച്ചവരാണ്? Aren't you ashamed of this? Do you know how you live? Are you going to preach today? അദ്ദേഹം പുൽപിറ്റയിൽ കയറി. And he started getting onto the pulpit. ആ ലെറ്റർ ഒരു അക്ഷരം പോലും വിടാതെ അദ്ദേഹം വായിച്ചു. And he opened that note and read it without missing one word. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്റെ കൂടെ നടന്നതായ ഈ പ്രിയപ്പെട്ടവൻ എഴുതിയത് ശരിയാണ്. And he said that whoever wrote this note, this great man of God, what he said was correct. അദ്ദേഹം പറഞ്ഞതിൽ ഒരു കള്ളവുമില്ല. There is nothing wrong in what he has written in this note. അതിലധികമായിട്ടുള്ളതും അദ്ദേഹം ഞാൻ ചെയ്തിട്ടുണ്ട്. There are more things that are not in this note that I have done. എന്നാൽ ഒരു ദിവസം ഞാൻ യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു ചെന്നു. But one day I came to the presence of എന്റെ God. പാപങ്ങളെ ഏറ്റുപറഞ്ഞു. I asked for the remission of my sin. യേശു എന്നോട് പറഞ്ഞു, സമാധാനത്തോടെ പോകാൻ നിന്റെ പാപങ്ങൾ മോചിച്ചു And തന്നിരിക്കുന്നു. Jesus said that go with peace, your sins have been forgiven. മഹാഭാഗ്യായിരുന്ന എന്നെ യേശു രക്ഷിച്ചെങ്കിൽ ഇന്നിവിടെ ഇരിക്കുന്ന ആരും അതിന് ഒഴിവുള്ളവരല്ല, എല്ലാവരെയും യേശു രക്ഷിക്കാൻ മതിയായവരാണെന്ന് പറഞ്ഞു. If my Lord can save a great sinner such as I, the Lord will not spare each and any one of you. You can go to him for the remission of your sin. പിന്നെ താൻ പ്രസംഗിക്കേണ്ടി വന്നില്ല. ആയിരക്കണക്കിന് ആളുകൾ ആ മീറ്റിംഗിൽ രക്ഷിക്കപ്പെടുവാൻ ഇടയായി. That day he didn't have to preach anymore. There were thousands who came to the Lord. പാപങ്ങൾ മോചിക്കുവാൻ യേശുവിന്റെ മാർഗമല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. To be saved, there is no other greater religion than the religion of Christ. ഞാൻ മുമ്പേ ഓർപ്പിച്ച പോലെ എന്തെല്ലാം നാം ചെയ്യുന്നു എന്നുള്ളതല്ല, യഥാർത്ഥമായി യേശു പാപങ്ങളെ മോചിച്ചു എന്നുള്ള ഉറപ്പ് ജീവിതത്തിൽ ഇല്ല എങ്കിൽ അത് പ്രാപിച്ചേ മതിയാകുള്ളൂ. അല്ലാതെ ജീവിതം കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. There is no matter what you do in your life unless you have the assurance that God has forgiven my sin. If you have assurance like that, God will bless you. അവന്റെ പാപക്ഷമയെ കുറിച്ചുള്ള ഉറപ്പാണ് ജീവിതത്തിലെല്ലാം നേരെയാകുവാനുള്ള ഒന്നാമത്തെ മാർഗം. So the first thing such that everything can be perfect in your life is the assurance that the Lord has given you that he has forgiven your sin. എന്നാൽ പാപക്ഷമ പ്രാപിച്ച നാം നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. There are many things we have to be careful after receiving the forgiveness of our sin. മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ ഒരു ഭാഗം നാം ശ്രദ്ധിക്കണം. And let us turn our attention to Matthew chapter 18. 18-ാം അധ്യായത്തിന്റെ 21 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ പത്രോസ് വന്നിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. When we read from verses 21, we see a question that Peter asked. സഹോദരൻ എന്നോട് പിഴച്ചാൽ ഞാൻ എത്ര വട്ടം ക്ഷമിക്കണമെന്നാണ് ചോദിക്കുന്നത്. He asked that how many times shall I forgive my brother if he sins against me? എന്നാൽ കർത്താവ് അവനോട് പറയുന്നതായ ഒരു കാര്യമാണ് 23-ാം വാക്യം മുതൽ But എഴുതിയിരിക്കുന്നത്. what Jesus replies to him is what is written in 23. 23-ാം വാക്യം മുതൽ നമുക്കറിയാവുന്ന കാര്യമാണ്. അവിടെ ഒരാള് യജമാനോട് 10,000 താലന്ത് കടപ്പെട്ടിട്ടുണ്ട്. 24. As he began this settlement, a man who owed him 10,000 talents was brought to him. 10,000 താലന്ത് കടപ്പെട്ട മനുഷ്യനെ വീട്ടാൻ നിവർത്തിയില്ല. And he did not have the means to give back that debt. ആ വാക്യങ്ങൾ നിങ്ങളൊന്ന് ഓടിച്ചു നോക്കണേ. അതിന്റെ 25-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, യജമാനൻ അവനെ പിടിച്ചു പറഞ്ഞു നീ കടം വീട്ടണം. And the master caught him and said that you have to pay your debt. അത് എന്തൊക്കെ ചെയ്യണമെന്നാണ് എഴുതിയിരിക്കുന്നത്. And what do you have to do is what he says here. അവൻ ചിലതൊക്കെ വിൽക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. He said that you need to sell certain things. എന്തൊക്കെയാണെന്നറിയാമോ? You know what? വീട്ടിലുള്ളതെല്ലാം വിറ്റാ പോരാ. And not just everything that is in your house. മക്കളെ വിറ്റാ പോരാ. Not just your children. ഭാര്യയെ വിൽക്കണമെന്നാണ് And എഴുതിയിരിക്കുന്നത്. it says that you also need to sell your wife. നോക്കെ എത്ര ഭയങ്കരമാണെന്ന്. Let's imagine how cruel this is. എന്നാൽ ആ മനുഷ്യൻ പറഞ്ഞു എനിക്ക് വീട്ടാൻ നിവർത്തിയില്ല, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. And he fell on his knees. He said
said, "There's no way that I can pay this debt." 27-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന യജമാനൻ മനസ്സലിഞ്ഞു. And you see that in 27, the master took pity on him. അതിട്ട് ഇളച്ചു കൊടുത്തു. And he canceled that debt he owed. നമ്മുടെ കടം ഭയങ്കരമായിരുന്നു. Our debt was so great. അതെല്ലാം കാൽവറിയിൽ യേശു കർത്താവ് ക്ഷമിച്ചു തന്നു. And the Lord forgave our debt on Calvary. അടുത്ത ഭാഗമാണ് നാം ചിന്തിക്കേണ്ടത്. The next thing is what we need. അവൻ ഇങ്ങോട്ട് പോരുമ്പോൾ 100 വെള്ളിക്കാശ് കടപ്പെട്ട ഒരുത്തനെ കണ്ടെന്നാണ് 28-ാം വാക്യത്തിൽ And എഴുതിയിരിക്കുന്നത്. in chapter 28, when the servant went out, he found his fellow servants who owed 100. 10,000 താലന്ത് കടപ്പെട്ടത് ക്ഷമിച്ചു കിട്ടിയവൻ 100 വെള്ളിക്കാശ് കൊടുക്കാനുള്ളവനെ കഴുത്തിന് കയറിപ്പിടിച്ചു. And the person who owed more, when he saw a person who owed less, he started catching his throat. ഞാൻ പറഞ്ഞു, ഞാൻ എങ്ങനെയും തന്നു വിട്ടാ എന്നെ ക്ഷമിക്കണേ ക്ഷമിക്കണേ എന്ന് പറഞ്ഞിട്ട് അവനത് കേട്ടില്ല. And he said that I'll somehow pay that debt, but he did not listen to him. അന്നോരൊക്കെ പോയി യജമാനോട് പറഞ്ഞു, ഇവനിങ്ങനെ ചെയ്തെന്ന് പറഞ്ഞു. And whoever saw it went to the master and said that this guy did like this. യജമാൻ അവനെ വിളിച്ചു. And the master called him back. 32-ാം വാക്യത്തിൽ അവനെ വിളിക്കുന്ന ദുഷ്ടദാസനെ എന്നാണ്. And he calls him a wicked servant. അവനോട് പറയുകയാണ്, നീ എന്നോട് വിളിച്ചപേക്ഷിക്കൽ ഞാൻ എല്ലാം ഇളച്ചു തന്നു. And when you called upon me, I cancelled all your debt. 33-ാം വാക്യം എല്ലാവരും ഓർത്തിരിക്കണം. And verse 33 is very important here. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ Should തോന്നേണ്ടതല്ലോ. you have had mercy on your fellow servant just as I had on you? എന്നിട്ട് ആ ഭാഗം അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ്. 35-ാം വാക്യത്തിൽ നിങ്ങൾ ഓരോരുത്തരും സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ ഞാൻ സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. And this is how the chapter ends. This is how my heavenly Father will treat you, each and every one of you, unless you forgive your brother from your heart. നാം വന്ന സമയം മുതൽ ഞാൻ ഈ ഭാഗം ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ദൈവാത്മാവ് തരുന്നതെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. And I did not understand why this Holy Spirit was asking me to speak from this. എന്നാൽ ഇവിടെ സൗദിയിൽ നിന്ന് വന്ന ബ്രദറെ അതുപോലെ തന്നെ ജീവനെ ഇവരെല്ലാം പ്രസ്താവിച്ച കാര്യങ്ങൾ ഇതിനോട് ചേർന്നുള്ളതാണ്. And what the brother spoke before me is all connected with this. പാപക്ഷമ പ്രാപിച്ച നാം മറ്റുള്ളവരോട് ക്ഷമിപ്പാൻ കടപ്പെട്ടവരാണ്. If we got the remission of our sin, we need to forgive each other. മറ്റുള്ളവരോട് ക്ഷമിക്കാതെ എത്ര പ്രാർത്ഥിച്ചാലും എത്ര ഉപവസിച്ചാലും എത്ര പ്രവാചകന്മാരെ വിളിച്ചാലും ഒരു പ്രയോജനവുമില്ല. You cannot forgive others no matter how much you pray, no matter how much fasting you take or to call any pastors, that will be futile. പാപക്ഷമ പ്രാപിച്ചവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് അവൻ നമ്മോട് ക്ഷമിച്ചതുപോലെ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ നമുക്കിടയാകേണ്ടതാണ്. If your sins have been forgiven, you have to forgive others as well. അനേകരുടെ ജീവിതത്തിൽ അവർ ദൈവത്തിൽ നിന്ന് ക്ഷമ പ്രാപിച്ചവര് അവര് മറ്റുള്ളവരെ ക്ഷമിപ്പാൻ കടപ്പെട്ടവരായി അവരുടെ അനുഭവങ്ങൾ പ്രസ്താവിച്ചിട്ടുണ്ട്. Many people who said that they got forgiveness of their sin, they forgive others, they have said their ജോൺ testimony. വെസ്ലി ഒരു വലിയ സ്ഥാനമുള്ള ഒരു മനുഷ്യനോട് ജോൺ വെസ്ലിയോട് വലിയ സ്ഥാനമുള്ള ഒരു ഡ്യൂക്ക് ഒരിക്കൽ പറഞ്ഞില്ല, ഞാൻ ഒരിക്കലും അവനോട് ക്ഷമിക്കില്ലെന്ന് പറഞ്ഞു. And a great Duke told John Wesley once like this, "No, I will not forgive this person." എന്നാൽ ജോൺ വെസ്ലി പറഞ്ഞു, അതിന്റെ അർത്ഥം യേശു നിന്നോട് ക്ഷമിച്ചില്ലെന്നാണെന്ന് പറഞ്ഞു. So he interprets that and says that the meaning of that means that Jesus is not forgiving you. പെട്ടെന്ന് പറഞ്ഞു, സോറി ഞാൻ അവനോട് ക്ഷമിച്ചോളാം എന്ന് പറഞ്ഞു. You said that, "Oh, sorry for what I said, I'll forgive that person." കർത്താവ് നമ്മോട് ക്ഷമിച്ചുവെങ്കിൽ മറ്റുള്ളവരോട് ക്ഷമിപ്പാൻ നാം കടപ്പെട്ടവരാണ്. The Lord has forgiven our sins, we ought to forgive others. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഭാഗം ഇവിടെ നിർത്തട്ടെ. Let me stop here right now. നമ്മുടെ ജീവിതത്തിലെ ഒത്തിരി പ്രശ്നങ്ങളുടെ കാരണം വിദ്യാർത്ഥി മറ്റുള്ളവരോട് പകയും വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. The problems that we have in our life is because of the bitterness that we have towards others. നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ളതായ മനോഭാവം അത് അങ്ങനെ തന്നെ ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലും അനുഗ്രഹങ്ങളും നമുക്ക് അനുഭവിക്കാൻ ഇടയായിത്തീരുന്നതാണ്. We can forgive and forget in our lives to others, then we will see the blessings from God. അനേകരുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായത് കേട്ടിട്ടുണ്ട്. And we have heard testimonies from many people who went through such experiences. അയർലൻഡിൽ സ്കൂളിലെ രണ്ട് കുട്ടികൾ തമ്മിൽ വലിയ വഴക്കായി ഒരാൾ മറ്റൊരാളെ ചെള്ളയ്ക്ക് അടിച്ചു. In a school in Ireland, there were two students who were fighting, and one person slapped the other person. സ്കൂൾ അധികൃതർ അടികൊണ്ട അടിച്ചതായ കുട്ടിയെ മാറ്റി നിർത്തിയിട്ട് അവരെ അടിച്ച് ശിക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു. And the school authorities to the person who beat that other kid moved him away and started beating him and disciplining him. എന്നാൽ ഈ അടികൊണ്ട കുട്ടി പെട്ടെന്ന് ചാടി വീണിട്ട് പറഞ്ഞു, സാർ ദയവായി അവനെ അടിക്കരുത്. And this person who got the beating said that, "Please, teacher, don't beat him. അവനോട് നിങ്ങൾ ക്ഷമിക്കണം. Please forgive him." ഇവനെ വിളിച്ചിട്ട് ചോദിച്ചു, നീ എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? And so they called him and asked, "Why did you say so?" അതുപോലെ ഞാൻ ന്യൂ ടെസ്റ്റ്മെന്റ് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് എന്നെ അടിച്ച ശത്രുവിനെ സ്നേഹിക്കേണ്ട എന്റെ കടമയാണ്, അവരുടെ ക്ഷമിക്കണമെന്ന് പറഞ്ഞു. And the
reason being is that when I was reading from the New Testament, my Lord says, love your enemies, therefore please do not beat him, let him go. ഇന്ന് പൽക്കാലം എനിക്കറിയില്ല, എന്നാൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് നമുക്ക് ഒരു അല്പസമയം തിരിഞ്ഞു നോക്കാം. Let us turn into our own personal life this morning. നാം ദൈവത്തിൽ നിന്ന് പാപക്ഷമ പ്രാപിച്ചവരാണ്. And we have been saved of our sins from God. നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്നവരാണ്. The Lord was as a sacrifice upon the cross for us. എന്നാൽ അത് പ്രാപിച്ചതായി നാം മറ്റുള്ളവരോട് ഏത് രീതിയിലാണ് ഇടപെടുന്നത്? If the Lord has forgiven our sins, how are our dealings with others? ഒത്തിരി വർഷം കൊണ്ട് ഹൃദയത്തിൽ മറ്റുള്ളവരോട് കയ്പ് വെച്ചുകൊണ്ടിരിക്കുന്നവർ ദൈവമക്കളുടെ കൂട്ടത്തിലുണ്ടോ? And are there people amongst us that have the bitterness for many years in our lives? ഒരു ദിവസം പോലും ജീവിതത്തിൽ മറ്റുള്ളവരോട് പിണങ്ങിയിരിക്കുവാൻ കയ്പായിരിക്കുവാൻ പാടില്ല. The Lord does not want us to be in bitterness even one day in our life with others. യേശു നമ്മുടെ പാപങ്ങളെ മനഃപൂർവ്വമായി മനസ്സലിഞ്ഞ് ക്ഷമിച്ചെങ്കിൽ വിട്ടുകളയാൻ എന്താണ് നമുക്ക് മടി? If the Lord has completely forgiven our sins, why can't we forgive others? മനഃശാസ്ത്രജ്ഞന്മാരെ ഞാൻ പലയിടത്ത് വായിച്ചിട്ടുണ്ട്. ഡോക്ടർ വിൻസെന്റ് പീൽ ഒരിക്കൽ എഴുതിയത്, വർഷങ്ങൾ കൊണ്ട് ഒരു സ്ത്രീക്ക് ഭയങ്കരമായ അലർജിയാണ്, ഒത്തിരി മരുന്ന് കഴിച്ചിടയ്ക്ക് സൗഖ്യമില്ല. And a lady who had allergies for many years, and no matter what medicine she took, she was not cured. കൗൺസിൽ ചെയ്തപ്പോൾ മനസ്സിലായി സ്വന്തം സിസ്റ്ററോട് ഹൃദയത്തിൽ ഭയങ്കര വിഷമമാണ് ഈ സഹോദരിക്ക് ഉണ്ടായിരുന്നത്. And when he started counseling with this lady, he understood that she had great bitterness towards her sister. അവൾ അതിന് നിരപ്പ് പ്രാപിച്ചു. And she started forgiving her. ക്ഷമിച്ചു കഴിഞ്ഞതോടുകൂടി അവളുടെ അസുഖം മാറി. The moment that she forgave her sister, her sickness went away. നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ മാറി കിട്ടും നമ്മുടെ മനസ്സിന് നാം ദൈവവചന പ്രകാരം വിടുതൽ കൊടുത്താൽ. A lot of problems in our lives will be solved if we can forgive others. എല്ലാവരും ശാന്തമായ അല്പസമയം ദൈവസന്നിധിയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. In great stillness, let us examine our life this morning. കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്താൽ നാം പാടാറുണ്ട്, അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷയം. Are you washed in the blood of the Lamb? That is the greatest thing in our lives. ഇവിടെ വന്നിരിക്കുന്ന ആരെങ്കിലും ചർച്ചിൽ ഒത്തിരി നാളായി അറ്റൻഡ് ചെയ്യുന്നവരായിരിക്കാം, എന്നാൽ ഇതുവരെ യേശു പാപം മോചിച്ചു എന്ന് ഉറപ്പില്ല എങ്കിൽ ഇനി അധികം മുന്നോട്ട് പോകരുത്, ഒരു നിമിഷം പോലും മുന്നോട്ട് പോകരുത്. അവന്റെ രക്തത്തിൽ ആശ്രയിച്ച് പാപക്ഷമ പ്രാപിക്കുകയാണ്. This morning, if you're sitting here without the assurance that the Lord has forgiven your sin, let us ask God for that assurance. നാളെ നമുക്ക് എന്ത് സംഭവിക്കും, അടുത്ത നിമിഷം നമുക്ക് എന്ത് സംഭവിക്കും നാം ആരും അറിയുന്നില്ല. We do not know what might happen to us tomorrow or the next moment. നമ്മുടെ അനേക പാപങ്ങളെ അവൻ മോചിച്ചു തന്നെങ്കിൽ Lord has forgiven most of our sins. മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ എന്താണ് തടസ്സമായിരിക്കുന്നത്? Why are we not able to forgive others? നമുക്ക് ആർക്കും ഒന്നും പ്രശംസിക്കാനില്ല. And we have nothing to boast about. നമ്മളെല്ലാം ഒരു ശ്വാസം മാത്രമാകുന്നു. We are just but a breath. നമ്മുടെ എല്ലാ ഹെഡ്വൈറ്റും മാറ്റി എല്ലാ രീതിയിലുള്ളതായ മറ്റുള്ളവരോടുള്ളതായ നീരസങ്ങളും മാറ്റി നമുക്ക് ദൈവം നമ്മോട് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാനുള്ള മനോഭാവം ഉണ്ടാകേണ്ടതിന് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാം. Let us pray that we might take down all the bitterness and pride in our lives and forgive others. Hallelujah. ഇവിടെ ഇരിക്കുന്ന നമുക്കറിയാം, മറ്റുള്ളവരാരും പറയാനറിയാം നമ്മുടെ ഹൃദയത്തിൽ ആരോടൊക്കെ വിദ്വേഷവും പകയുണ്ടെന്ന്. Nobody has to point this out in your life, but you know who you have bitterness against. മറ്റുള്ളവർക്ക് അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം രീതിയിലാണ് മറ്റുള്ളവരോട് നീരസം വെച്ചുകൊണ്ടിരിക്കുന്നത്. You know how much bitterness you have that nobody else knows that is in your life. അനുഗ്രഹം ലഭിക്കാൻ കഴിയില്ല. There is no blessing as a result. ഗുണമുണ്ടാകത്തില്ല. And there is no revival as a result. ഭവനത്തിൽ നന്മയുണ്ടാകുകയില്ല. And there is no goodness in your family. ശരീരത്തിൽ രോഗം വിട്ടുമാറുകയില്ല. Or there is no healing in your body. ദിവസം കഴിയുന്തോറും പ്രശ്നങ്ങളായിരിക്കും. As days go by, you encounter problems. എന്നാൽ യേശു കർത്താവിനെ ഓർത്ത് വിട്ടുകളയേണ്ടതെല്ലാം വിട്ടുകളയുവാൻ, ദൈവസ്നേഹത്തിൽ എല്ലാവരെയും കാണുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമുക്കിടയായിരിക്കും. But in the name of Jesus, through the Holy Spirit, let us put down all such bitterness in our lives. നമുക്ക് എല്ലാവർക്കും അല്പസമയം പ്രാർത്ഥിക്കാം. Let us all pray. നമ്മുടെ തലകളെ വണക്കാം. Let us bow down our heads. ദൈവത്തോട് എല്ലാവർക്കും ഒന്ന് And സംസാരിക്കാം. let us speak unto Jesus ഞാൻ Christ. ഇവിടെ ആരെയും പ്രത്യേകമായി ഉദ്ദേശിച്ചുകൊണ്ടല്ല. I'm not talking about any particular person. ഇത് പറയുന്നതിന് മുമ്പായി ഞാൻ എന്നെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി. And before looking at this, I looked into my own life. ജീവിതത്തിൽ കയ്പും ഭാരവും ഒക്കെ ഒത്തിരി എനിക്കും ഉണ്ടായിട്ടുണ്ട്. And there were many bitterness and pride in my life as well. എന്നാൽ എനിക്ക് ആരോടെങ്കിലും ക്ഷമിക്കാതെ എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. But if there is anything that I was not able to forgive, I looked into my life. ദൈവാത്മാവിനെ സഹായിച്ചു. എന്റെ മനസ്സിൽ അങ്ങനെ ആരെയും കാണുവാനായിട്ട് കഴിഞ്ഞില്ല. എല്ലാവരോടും സഹകരിക്കുവാനും സ്നേഹിക്കുവാനും ദൈവം എനിക്ക് കൃപ തന്നിട്ടുണ്ട്. ഇന്ന് പൽക്കാലം ഞാൻ അത് അനുഭവിച്ചതുകൊണ്ട് മാത്രമാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. ഇന്ന് പൽക്കാലം നമ്മുടെ ജീവിതത്തിൽ നിന്ന് കർത്താവിനെ ഓർത്തിട്ട് വിട്ടുകളയേണ്ട എല്ലാം വിട്ടുകളയുവാൻ നമുക്ക് ദൈവസനയിൽ ഒരു തീരുമാനമെടുക്കാം. This morning I looked into my life and the Holy Spirit showed me that I am in happiness with that others and I do not have that bitterness, and I praise God for that. If there is any bitterness in our lives,
Let us put that down this moment in itself. Hallelujah. ഇളക്കപ്പരക്കത്തിന്റെ പ്രസംഗമല്ല ഞാൻ ഇവിടെ ചെയ്തത്. I'm not doing a great preaching here. എന്നാൽ ഓരോരുത്തരോടും ദൈവാത്മാവ് സംസാരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. But I believe that this morning the Holy Spirit talked to you. ദയവായി നിങ്ങളുടെ ആരുടെയും കാര്യം എന്റെ മനസ്സിൽ വെച്ചുകൊണ്ടല്ല ഞാൻ ഇത് പറഞ്ഞത്. I am not saying this keeping any one person in my mind this morning. ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ പ്രസംഗം വേറെ രീതിയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. And about 15 years ago I said the same message in a different way. എന്നാൽ ഈ ആഴ്ചയുടെ നടുവിൽ ദൈവം എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇവിടെ But പ്രസംഗിച്ചത്. it is because the Holy Spirit touched my heart is why I am saying this morning. അന്ന് ഞാൻ പ്രസംഗിച്ചപ്പോൾ ഈ ഭാഗമേ എന്റെ മനസ്സിൽ വന്നില്ല, ഞാൻ സംസാരിച്ചില്ല. Back then when I preached, this portion did not come to my mind. അതുകൊണ്ട് ദൈവം തന്ന ദൂതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Therefore I believe that this is a message from God. ദൈവാത്മാവ് പ്രവർത്തിക്കുമ്പോൾ അതിന് കീഴ്പ്പെടുന്നത് നമുക്ക് അനുഗ്രഹമാണ്. When the Holy Spirit intervenes in your life, you have to submit your life.